കേരളത്തിനായി 3 ലക്ഷം കോടി രൂപയുടെ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഇതിൽ 50,000 കോടി രൂപ സംസ്ഥാനത്തെ റോഡ് വികസനങ്ങൾക്കായാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയിൽ നടത്തിയ ഓൺലൈൻ പ്രസംഗത്തിലൂടെയാണ് കേന്ദ്രമന്ത്രി സംസ്ഥാനത്തിന്റെ സമഗ്ര മാറ്റം ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിൽ 50,000 കോടി രൂപയുടെ റോഡ് അടിസ്ഥാന പദ്ധതികൾക്ക് കേന്ദ്രം തുടക്കമിട്ടു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. 896 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന 31 പദ്ധതികളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ സംസ്ഥാനത്ത് 20,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കേന്ദ്രം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NH 966 ഉൾപ്പെടുന്ന പാലക്കാട് കോഴിക്കോട് ഭാഗത്തെ 4-വരിപ്പാതയിലെ 120 കിലോമീറ്റർ ദൂരവും പുതിയ പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ്. ഈ പദ്ധതിക്ക് 10,800 കോടി രൂപയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 45 കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസിന് 6,500 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. നിലവിൽ DPR ഘട്ടത്തിലായ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ 6 മാസത്തിനകം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 62.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന് ഏകദേശം 5,000 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ഈ പദ്ധതിക്കായി 90% ഭൂമി ഏറ്റെടുത്താലുടൻ റോഡ് പണികൾ ആരംഭിക്കും. ഇത് വിഴിഞ്ഞം തുറമുഖവുമായി സുഗമമായ ബന്ധവും തുറമുഖാധിഷ്ഠിത വികസനവും സാധ്യമാക്കുന്ന സുപ്രധാന ഇടനാഴിയായി തീരും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിശദീകരിച്ചു. കൊല്ലം ജില്ലയെ തമിഴ്നാട്ടിലെ ചെങ്കോട്ടെ, തെങ്കാശി, തിരുനെൽവേലി തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാതയും കേന്ദ്രം പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഇത് കൊല്ലം ജില്ലയിൽ മാത്രം 38.6 കിലോമീറ്റർ ദൂരം പങ്കിടുന്നതാണ്. ഇതിനായി 300 കോടി രൂപ ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന 4-5 മാസത്തിനുള്ളിൽ ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് പാലക്കാട് ദേശീയപാത 966 4-വരിയാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുന്ന പാത മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് കടന്നുപോകുന്നത്. ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 മാസത്തിനുള്ളിൽ ആരംഭിക്കും. പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വരവോടെ ഈ പാതയുടെ ഗതാഗത പ്രാധാന്യം ഏറും. വടക്കൻ കേരളത്തെ രാജ്യത്തെ പ്രധാനപ്പെട്ടൊരു വ്യവസായ നഗരമായ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പാത നിർണായക പങ്കുവഹിക്കും. കേരളത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വിനിയോഗപ്പെടുത്തേണ്ടതിന്റെയും വിപുലീകരിക്കേണ്ടതിന്റെയും ആവശ്യകതയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടി. ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയം. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി എത്തുന്നത്. ഈ സാധ്യതകൾ വിപുലപ്പെടുത്തേണ്ടതായുണ്ട്. ടൂറിസം വികസനത്തിന് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അദ്ദേഹം പറയുന്നു. രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യം കേരളത്തിലൊരുക്കാൻ കേന്ദ്ര സർക്കാർ ഉറച്ച പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസനപാതയിൽ ഇന്ത്യ പുരോഗമിക്കുമ്പോൾ കേരളത്തിന് എങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കാനാകുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിനിടയിൽ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെ അനുകൂലിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ആ പദ്ധതി നടപ്പായാൽ തിരുവനന്തപുരത്തിനും കാസർഗോഡിനുമിടയിലെ യാത്രാസമയം കുറയ്ക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്തയുടെ നിറം തേടി തനിനിറം.